വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഞാൻ ഈ പറയുന്ന കാര്യം കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഹരിദ്വാരിലെ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിലുണ്ടോ? കേവലം 10% വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ കണ്ടേക്കാം. കാരണം മതേതര മൂല്യം വെച്ച് പുലർത്തുന്ന ആളുകളായതുകൊണ്ട് അവർ ഇതിനെതിരെ സംസാരിച്ചു കാണും. പക്ഷേ എത്രത്തോളം ആളുകൾ സംസാരിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ 90% വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോഴും ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചിരിക്കുകയാണ്. എത്ര വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. ഹരിദ്വാരിലെ വിദ്വേഷ പ്രചരണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? ഒരിക്കലുമല്ല. 20 ദശലക്ഷം മുസ്ലിങ്ങളെ കൊന്നുകളയാനുള്ള, ഉന്മൂലനം ചെയ്യാനുള്ള, വംശഹത്യ നടത്താനുള്ള ഒരു പദ്ധതി പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പരിപാടി. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അതിനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും നൂറുകണക്കിന് വരുന്ന ഈ രാജ്യത്തെ സൈനിക മേധാവികൾ രാഷ്ട്രപതിക്ക് കത്തെഴുതി കൊടുത്തിട്ടും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിശബ്ദതയിലാണ്. ഇതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിനെതിരെ ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? NIA വരുമായിരുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമായിരുന്നു. എല്ലാ അന്വേഷണ ഏജൻസികൾ തമ്പടിച്ച് കിട്ടുന്നവനെയും പൊക്കിയെടുത്ത് പോകുമായിരുന്നു. പക്ഷേ ഹരിദ്വാരിലെ വിദ്വേഷ പ്രചരണം നടത്തിയ, വിദ്വേഷ പ്രസംഗം നടത്തിയ അവർക്കെതിരെ 153 എന്ന് പറയുന്ന കേവലം ഒരു വകുപ്പിട്ട് ഈ വിഷയം അങ്ങ് ഒതുക്കിക്കളഞ്ഞു. അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 1-2 ആളുകൾക്കെതിരെ മാത്രം കേസെടുത്ത് ആ വിഷയം അങ്ങ് ഒതുക്കിക്കളയാൻ ശ്രമിക്കുകയാണ്. എന്താണ് ആ പരിപാടിയിൽ പറഞ്ഞത്? 20 ദശലക്ഷം വരുന്ന, അഥവാ 2 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ 100ഓളം വരുന്ന സംഘം ആവശ്യമാണ്. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ ഒരു വലിയ ഇടിവുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത് ചെയ്യാനുള്ള പുറപ്പാട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടാകണം. ഇതായിരുന്നു ഹരിദ്വാരിലെ ആ വിദ്വേഷ പരാമർശം. എന്തു ചെയ്തു നിങ്ങൾ? അവർ വിലസി നടക്കുകയാണ്. അവരുടെ പോലീസുകാരോടൊപ്പമുള്ള വീഡിയോ കണ്ട് ഞെട്ടിപ്പോയവരാണ് നമ്മൾ. നോക്കുക, 10% വരുന്ന ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ മുഖമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഒഴിച്ചു കഴിഞ്ഞാൽ 90% വരുന്ന നേതാക്കളും നിശബ്ദതയിലാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അവർ വലിയ ഭയത്തിലാണുള്ളത്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമോ, തങ്ങളെ ഒറ്റപ്പെടുത്തി കളയുമോ എന്നുള്ള ഭയമാണുള്ളത്. എത്രത്തോളം ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. 2 കോടി മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്ന് പരസ്യമായി പ്രസംഗിച്ചവൻ ഇപ്പോൾ വിലസി നടക്കുന്നു എന്നറിയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പ്രചോദനമല്ലേ? അവരിങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ അത് കേട്ട് ഹാലിളകിയിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ വാളോങ്ങാൻ വന്നു കഴിഞ്ഞാൽ പ്രതിരോധമുണ്ടാകും എന്നുള്ളതല്ലേ നസറുദ്ദീൻ ഷാ പറഞ്ഞത്? നസറുദ്ദീൻ ഷാ എന്ന ഇന്ത്യയിലെ സിനിമാ നടൻ പച്ചക്ക് വിളിച്ചു പറഞ്ഞില്ലേ, ഇനിയും കണ്ടു നിൽക്കില്ല, തിരിച്ചടിക്കും എന്ന്. 2 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇനിയും നോക്കി നിൽക്കില്ല, തിരിച്ചടിയുടെ സ്വരം ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് നസറുദ്ദീൻ ഷാ ഈ ഇടക്കല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? വളരെ കൃത്യമായ ഒരു അജണ്ടയുമായി ഇവർ മുന്നോട്ട് പോകുന്നു. ഇവിടെയുള്ള അധികാര കേന്ദ്രങ്ങൾ ഇവരുടെ ഈ പ്രചരണങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. കേസ് പേരിന് മാത്രം എടുത്ത് ഇവരെ തൊടാൻ പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇത് എത്രത്തോളം വലിയ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇവരെ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്നവർ എന്ത് രാജ്യസ്നേഹത്തെക്കുറിച്ചാണ്, എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, എന്ത് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചാണ് ഇവർ വാചാലരാവുന്നുള്ളത്? എന്തായാലും
അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ പ്രസംഗിച്ച ആളുകൾക്കെതിരെ ഈ രാജ്യത്തെ സൈനിക മേധാവികൾ കൂട്ടത്തോടു കൂടിയിട്ട് പ്രതികരിച്ചത് വലിയ ആശ്വാസമുണ്ടാക്കുന്ന പ്രതികരണം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.